ഇന്ന് ഈ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ഓരോ ഷോട്ടിനും they will win money. സേവ് ദ ഷോട്ട് വിൻ മണി. നിങ്ങൾക്ക് ടോട്ടൽ 5,000 റുപ്പീസ് വരെ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആൻഡ് ഞങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ജോബ് മാത്രമേ ഉള്ളൂ, മാക്സിമം സ്കോർ ചെയ്യുക ആൻഡ് അവർക്ക് പൈസ കൊടുക്കാതെ നോക്കുക. ഐ മീൻ ഇവ സ്കോർ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. സൂചല്ലേ ഇവനെ ഒന്നിനും പറ്റില്ല, ഞങ്ങൾ ഒന്നിനും പറ്റില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് റൗണ്ട്. Let's go. 5 rounds 100 shots ആൻഡ് ഓരോ റൗണ്ടിലും കീപ്പേഴ്സിന് 1,000 റുപ്പീസ് വരെ ഏൺ ചെയ്യാം. സോ നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഫ്രീ സ്റ്റൈൽ റൗണ്ട് ആട്ടോ. ടോട്ടൽ 30 ഷോട്ട് ഉണ്ടാവും. ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം. ഐ മീൻ പെനാൽറ്റി എന്നുള്ള ഒരു സാധനം വെച്ച് ബാക്കി എങ്ങനെ വേണമെങ്കിലും അടിക്കാം. നമുക്ക് 1v1 ബോക്സിന്റെ പുറത്തുനിന്നോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ഈ റൗണ്ടിൽ അവർ സേവ് ചെയ്യുന്ന ഓരോ ഷോട്ടിനും 33.333 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. നന്ദിയുണ്ടേ. ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കട്ടോ. അറിയാതെ വിഷ്ണു മിസ്സാക്കിയതുകൊണ്ട് അവർക്ക് 33.33 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. Oh my God, bro. Oh, hell no, man. What the fuck, man? ഇതിനൊരു മാറ്റം. Sensational. സൂചന്റെ രണ്ടാമത്തെ. കുറച്ച് അങ്ങോട്ട് അപ്പുറത്തിട്ടുണ്ട. Messi. മോനെ ഞങ്ങളുടെ സ്റ്റാർ പ്ലെയർ അഭിനയിക്കണ്ടേ. അന്നേരം 3 മിസ്സാക്കിന്റെ അഭിനയാണത്. സത്യം കാലുമുത്തിടാ. അതൊന്നുമില്ല, അടിക്കാൻ ഫസ്റ്റ് ടൈം അടിക്കണോ? നേരെ അടിക്കാം. സൂചൊക്കെ വന്നിട്ടുണ്ട് കീപ്പേഴ്സിനല്ല. ഹൈ സ്കോർ നമ്മൾ 2 സ്കോർ ചെയ്യ, എത്ര നല്ല സ്കോർ ചെയ്യും. ഇനിയും കീപ്പേഴ്സിന് കൊടുക്കല്ലേ. ഫൈനലി അടുത്തായിട്ട് പോട്ടെ. അങ്ങനെ കഴിയോ? Easy go. High score. New record. നന്നായി തന്നെ. ഇതൊരു ട്രയൽ റൗണ്ട് ആട്ടത്. നമ്മളെല്ലാരും ഒന്ന് വാമാവുള്ള റൗണ്ടാണ്. പോട്ടെ. എന്താ പറയണ്ടെങ്കിൽ അന്ന ടു ഈസി എന്നൊക്കെ പറയുന്നുണ്ട്. മുപ്പണ്ണായില്ലേ? സോ ഫസ്റ്റ് റൗണ്ട് ഈസ് ഡൺ. ഇത് ബേസിക്കലി ഒരു വാമപ്പ് റൗണ്ട്. ഞങ്ങളും വാമായി. ടോട്ടൽ ഷോട്ട്സിന്റെ കണക്ക് തെറ്റിയാലും ഓർക്ക് കൊടുക്കാനുള്ള പൈസന്റെ കണക്കിൽ ഒരു തെറ്റുമില്ല. 17 ഷോട്ട് സേവ്. ഫസ്റ്റ് റൗണ്ടിലെ 566.61 റുപ്പീസ് ആണ് കീപ്പേഴ്സ് ഏൺ ചെയ്തിട്ടുള്ളത്. എനിവേ സെക്കൻഡ് റൗണ്ട് ഈസ് ഫ്രീ കിക്സ്. ടോട്ടൽ 20 ഫ്രീ കിക്സ് ഉണ്ട് ആൻഡ് ഓരോ സേവും ഈസ് 50 റുപ്പീസ്. റെഡി അല്ലേ?
അതൊക്കെ വരും. നിന്റെ തന്ത സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബിഗ് താങ്ക്സ് ടു BBM സ്പോർട്ട്ലാൻഡ്. കാരണം അവര് ഗ്രൗണ്ട് തരുന്നത് കൊണ്ട് മാത്രാട്ടോ ഈ വീഡിയോസ് ഒക്കെ പോസിബിൾ ആവുന്നത്. 11s ഫുട്ബോളിന്റെ ആ ഒരു റിയൽ എക്സ്പീരിയൻസ് ലൈഫിൽ ഒരു വെട്ടെങ്കിലും കിട്ടണമെങ്കിൽ ഇവിടൊക്കെ വന്ന് നിങ്ങൾ കളിച്ചു നോക്കണം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, മറ്റേത് ടർഫ് ബുക്ക് ചെയ്യണ പോലെ BBMന്റെ ഈ ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. മലപ്പുറത്ത് മുക്കത്തും മോങ്ങത്തും ആണ് ഇവരുടെ ഗ്രൗണ്ട്സ് ഇപ്പോൾ ഉള്ളത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ലൈഫിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ 11s കളിക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോ ഞങ്ങൾ എളുപ്പപ്പണിയൊന്നും എടുക്കണില്ല കേട്ടോ. പാളിൽ ഒരാളുണ്ട്, കീപ്പർ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ മീൻസ് ഞങ്ങൾ ആറിലൊക്കെ നിൽക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതാണ് 20ാം വയസ്സിൽ റിട്ടയർ ചെയ്ത പ്രൈം സൂചിയാണത്. ആ ഭാഗം ഒരു നേരെ എൻ്റെ മൂന്നുമകള്. ചെറിയ മാറ്റം. It could have been killed. ഇതുവരെ ഒരൊറ്റ ഫ്രീ കിക്കും കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താ കയറാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാലോ, ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ്. നിങ്ങൾക്കറിയാലോ, ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ്. Too far for Ronaldo to think about it. യവന്മാരെ പോരല്ല. പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോരെ. ഗൈസ്, 10 ഫ്രീ കിക്സ്, 10 സേവ്സ്, 500 രൂപ ആയിട്ട് ഓൾറെഡി ഈ റൗണ്ടിൽ മാത്രം. ഇതെന്താ ഓരോ കൈയ്ക്ക് അടിച്ചു കൊടുക്കണ്ടേ? ടെക്നിക്കാണത്. കേട്ടോ, ISL പ്ലേയേഴ്സിനെക്കാളും നല്ല ഫ്രീ കിക്ക് ടേക്കറാണ് പറഞ്ഞ് നടന്ന ആളാണിത്. ഇംഗ്ലണ്ടിൽ ക്രിസ് എം ഡി പ്രീമിയർ ലീഗ് പ്ലേയേഴ്സിനെക്കാളും ആണെങ്കിൽ ഇപ്പൊ ISL പ്ലേയേഴ്സിനെക്കാളും പറഞ്ഞ് നടന്നതാ. Question number 1 is Chris better than most Premier League footballers at free kicks? He will be good. He will be in a good place, I think. അറിഞ്ഞപ്പോ ആള് വേണം. ഇവനെ ശരിക്ക് വാണം ഫുട്ബോളർ എന്ന് പറയണം. ഒന്നും കൂടെ എടുക്കണമെന്നില്ല. റിഗ് ചെയ്താണ്ടല്ലോ ഒരു പരിപാടി ഇല്ല അവിടെ. ചീറ്ററാണ് പണ്ട് മുതലേ ചതിച്ചു. നീ കുട്ടിയും ചതിച്ചു, ഞങ്ങളും ചതിക്കുന്നു. പ്ലാനിങ്. കൂട്ടില്ല, ഇതിങ്ങനെ വെച്ചിട്ടുണ്ടോ അവിടെ വെച്ചിട്ടുണ്ടോ? Nigga wanna see me fall. Stephen Curry, how I ball. ഗോളുണ്ട്, അത് കീപ്പറെ പോയാണ്. അടിച്ചു. കമന്റ്സിൽ മൊത്തം കീപ്പറോട് ഇങ്ങനെ പ്ലീസ് ഇത് റെഡി അല്ലെങ്കിലോ പ്ലീസ്. ഞാൻ മാത്രമേ ഗോളിട്ടുള്ളൂ. രണ്ടാളെ വെക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ സ്പീക്കിംഗ് ഒരു ഗോൾ അടിച്ച്. നായിന്റെ പട്ടി മോനെ 20 അടി 19 പുറത്തൊക്കെ. അതെങ്ങനെ ഒന്നെങ്ങനെ ആയതാവോ? അതൊക്കെ കണ്ടില്ല, കീപ്പർ ജമ്പ് ചെയ്ത് അറ്റത്തെത്തി. ഈ റൗണ്ടിൽ മാത്രം ഒരു
ഒരു ഷോട്ടിന് 50 രൂപ. 950. എന്ത് ബീറ്റൊക്കെ ബാണം ബി ഫുട്ബോളേഴ്സിന്റെ അടിപൊളി സെക്കൻഡ് റൗണ്ട് പെർഫോമൻസിന് ശേഷം തേർഡ് റൗണ്ട് പോസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം. 20 ഷോട്ട്സ്, 50 rupees പെർ സേവ്. ആൻഡ് ഗൈസ്, നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ഞങ്ങൾ 100K ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്ലീസ് ലൈക്ക്. ആ ഫ്രീ കിക്കിന് വേണ്ടിയിട്ട് സൂച ബെഗ് ചെയ്ത പോലെ ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യാണ്. പ്ലീസ്. ഇപ്പോൾ നമ്മളെ തേർഡ് റൗണ്ട് ചെറിയ പോസ്റ്റാണ്. ഈ ലൈനിൻ്റെ ബാക്കിൽ നിന്ന് അടിക്കണം. ബർക്കത്തിന് വേണ്ടി ഫസ്റ്റ് ഷോട്ട് ഞാൻ അടിക്കാം. അതവന്റെ അല്ല. ബർക്കത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പെനാൽറ്റി മാത്രം ഞാൻ എടുക്കാം കേട്ടോ. അമൽ തുടരും. മാറ വൈക്കുന്ന മാറും. അമൽ ഞാൻ വീണ്ടും തുടരും. റിട്ടയർമെന്റ് ഒന്ന് തിരിച്ചു വരേണ്ടി വരുമോ? സൂര്യ ഗോൾ അടിക്കാതെ മാറി തരില്ല കേട്ടോ. അമൽ വീണ്ടും. ഹലോ, എന്താ തുടരും അടുത്ത പറയും. After the review, no goal. തെറ്റിപ്പോയി. വന്നടിക്കണോ? അതിന് വന്നടി. ഓ, അത് ലൈനിന്റെ ഇച്ചിരി മുന്നിലാണെങ്കിലും ഓന്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പൊ നമുക്കത് പൊറുക്കാം. വേണ്ട, വെച്ചാ. അതിലെ തുടരും. അവൻ കമോൺ സൂജ, മാനം കാക്കെ. എടാ നോക്കേ, പറഞ്ഞടാ, ഈ കീപ്പറെ കണ്ടോ? ഇതിന്റെ ഇപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആ. You're not that guy, pal. Trust me. You're not that guy. For girlfriend. ആണോ? ഓന്റെ ഇത് നജീമിന്. അപ്പൊ കുറച്ച് ശക്തി ചെന്നുകൊണ്ട് ഇങ്ങനെ അപ്പൊ പവർ ഉണ്ടായിക്കോട്ടെ. പുറത്തൊക്കെ അടിച്ചു, ഇതും പുറത്തൊക്കെ അടിച്ചു. What do you mean by that? പിന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പോസ്റ്റിന്റെ നടുക്ക് കീപ്പർ ഉണ്ടാവും. കീപ്പർ അപ്പുറത്തും ഇപ്പുറത്തും സൈഡുണ്ട്. പേടിച്ച് പോകുന്ന വേണ്ട, ഞങ്ങൾ ഇപ്പൊ ഒന്ന് ഫോം ആയിട്ടുള്ളൂ. തേർഡ് റൗണ്ട് ആയി, ഞങ്ങളൊന്ന് ഫോം ആയി വരാൻ. ഞങ്ങൾ അടിച്ചതല്ലേ കൂടുതൽ ഇതില്, ഈ റൗണ്ടില് അടിച്ചു പറയാം. പക്ഷെ പോസ്റ്റൊക്കെ പുറത്തുനിന്ന് ഞാൻ വരെ ഗോൾ അടിക്കാൻ തുടങ്ങി. ആ കൊമ്പെണ്ണ ഗോൾ ആയിട്ടുള്ളൂ. ഈ റൗണ്ടിലും ഒരു 550 കൊടുക്കണം. We cannot afford it. It's impossible. ഇനി ഞാൻ ഫോർത്ത് റൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണതൊന്ന് കേട്ടോളിട്ടോ. വളരെ സിമ്പിൾ ആണ്. കീപ്പർ ഞങ്ങൾക്ക് ഇങ്ങനെ റോൾ ചെയ്തരും, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടരും. ഞങ്ങൾ അതിൽ പോയിട്ട് അപ്പം തന്നെ അടിക്കണം. ടച്ച് ഒന്നുമില്ല. ആദ്യം ഞങ്ങള് ഫസ്റ്റ് ടൈം അടിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് ഞങ്ങളെ സ്കില്ലിനെ പറ്റി ആലോചിച്ചത്. അപ്പൊ ഒരു ടച്ച് എടുക്കാം. ഫസ്റ്റ് വൺ
Leave the football before the football leaves you. ലെഫ്റ്റ് കിടല്ലേ? ഓ എടാ, ഈ റൗണ്ടിന്റെ മെയിൻ ഉദ്ദേശം മറ്റേ മൂവ്മെന്റിൽ അടി വരാൻ കേട്ടോ. ആ അല്ല, എങ്ങനെ പവറിൽ അടിച്ചിട്ടും അറിയില്ലേ? നീ ആ ബോൾ കൊടുത്താ എടാ, എന്റെ കയ്യിൽ നിന്ന് ഊരി പോകണ്ടോ? എന്റെ പൊന്നാറ സൂജ, ഇത് ഇവിടെ ഒന്നും അടിക്കല്ലേ? കീപ്പർ വിചാരിച്ച അത്ര ഉള്ളൂ. ഇവിടെ കുലിഞ്ഞു ആണോ? ഇത് ഇട്ട് കഷ്ടപ്പെട്ട് ഇട്ട് കൊടുക്കേ. ടച്ച് എടുക്കാനുള്ള എടുത്തോ. ഓട്ടെ അടി. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ ചെയ്യാ? അതാണ് മറ്റേ ബോക്സിൽ സൂചി അടിക്കണ്ടോ? നിങ്ങൾക്കൊക്കെ പേര് ദോഷം വരും. ആണോ? ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വരട്ടല്ലേ? ഇപ്പോഴാണ് ശരിയായത്. എന്തോ കാണിക്കണ്ടേ? എന്തോ രക്ഷ കാണിക്കണ്ടേ? ഫോം ഈസ് ടെമ്പററി. As I say many times, in my opinion, I'm the best. ഗോൾ. അവര് കണ്ടില്ല. ഗോളായി. സുജന സ്റ്റഡി. വെയ്യ, എനിക്ക് വെയ്യ. എനിക്കാണോ നിങ്ങൾ ഇരുന്ന് കാണി. ഇപ്പൊ ഇവിടുന്ന് അടിക്കണോ? ഇവിടുന്ന് അടിക്കണൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് വേണം. ഇത് ശരിക്കും സൂച. അപ്പോ ഫോർത്ത് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ്? എന്താണ് താങ്കൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളെ ഷോട്ടുകളൊക്കെ സേവ് ചെയ്തത്? ബുദ്ധിമുട്ടേണ്ടി വന്നില്ലല്ലോ ചേട്ടാ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഫോർത്ത് റൗണ്ടിൽ 650 റുപ്പീസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആകെ 7 എണ്ണേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇത് കിട്ടിയ മിന്നലടിച്ചറിയാം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി ഫിഫ്ത്ത് റൗണ്ട്, ലാസ്റ്റ് റൗണ്ട്, പെനാൽറ്റീസ് ആണ്. ടോട്ടല് 10 പെനാൽറ്റി ഉണ്ടാവും. ആൻഡ് ഈ റൗണ്ടിൽ ഓരോ പെനാൽറ്റി സേവ് ചെയ്താലും 100 റുപ്യ വെച്ചാ തരില്ല. ശരി, പ്രൈമിലൊരു സുഹൃത്തുണ്ടായിരുന്നു. പെനാൽറ്റി ഈ 10ൽ 10 നമ്മൾ അടിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത 1000 പോകും. ഒരു 10,000-3000 റുപ്യ ആയി ഒരു കൊടുക്കാൻ. ഈ അടി എനിക്ക് വരാൻ പോകുന്ന എൻ്റെ ഗേൾ ഫ്രണ്ട് വേണ്ടിട്ട് ടിക്കറ്റ് ഒന്നും വരില്ല. എന്റെ കുഴപ്പമില്ല. അല്ല, എനിക്ക് ഗേൾ ഫ്രണ്ട് വേണ്ട. സംഭവം എന്താ? എന്താ കാട്ടിണ്ട്? നേരത്തെ അടിച്ചാൽ മതി. എന്താ ചെയ്യാ? കണ്ണൻ ഔട്ട് ഓഫ് 3 അല്ലേ? ആദ്യത്തെ ഒന്നുകൂടെ പോയി. Form is temporary, but class is permanent. No samsaram, only pravarti. Okay? Let's go. പെനാൽറ്റിയിൽ ആകെ ഒരാളെ മിസ്സാക്കിയതോടോ. ഒരാള് കാണിക്കണം. തുപ്പി കാണിക്കണം. എവിടെ പന്തിച്ചു നോക്കാം. Yeah, you suck. Yeah, you just fucking suck. Please, no.
ഒന്ന് ആട്ടെത്തിയില്ലേ അത്. ഹലോ ടു ഈസി. എൻ്റെ ലാസ്റ്റ് അടി അടുത്ത ലാസ്റ്റ് അടി. ഓക്കെ, നമുക്ക് ഫുള്ള് പെനാൽറ്റി ആക്കാൻ ഇതിനില്ല എന്നാ. അല്ല പെനാൽറ്റി എനിക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് കഴിഞ്ഞടാ. ഇല്ല ഞാൻ രണ്ട് ഓരോ ലാസ്റ്റ് കഴിഞ്ഞു. Are you serious right now? പെനാൾട്ടിയിലും 4 സേവ്. അവിടെ 400 റുപ്യ പോയി. ഇറ്റങ്ങളെ കഴപ്പോണ്ട് മാത്രം. എനിവേ ചലഞ്ച് തീർന്നു. ഇനിയിപ്പോ കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ അടിച്ച 97 ഷോട്ടില് 64 സേവ് ചെയ്ത് കീപ്പേഴ്സ് മെയ്ഡ് ഗ്രാൻഡ് ടോട്ടൽ ഓഫ് 2916.61 റുപ്പീസ്. ആൻസർ ഈസ് 0. എങ്ങനെയാണെങ്കിൽ ആൻസർ 0 ആണ്. നിങ്ങൾ രണ്ടാളിലപ്പോ 0. ആ അങ്ങനല്ല, അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എത്ര ഏൺ ചെയ്താലും ഞങ്ങൾ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ആൻസർ എപ്പോഴും 0 ആണ്. ഓക്കെ, യാ അത്ര കൊള്ളൂ. വീണ്ടും അടുത്തൊരു ചലഞ്ചിൽ ഞങ്ങൾ വാണം ബൈ. ആരും പോവല്ലിട്ടോ, ഒരു എക്സ്ക്ലൂസീവ് സംഭവം കൂടെ കാണിച്ചരാ. ഇത് സൂജന്റെ ഫാമിലി സ്റ്റാർട്ട് ചെയ്ത അവരുടെ ന്യൂ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞുള്ള ഫുഡ് അടിക്ക് ഞങ്ങൾ ഇത്തവണ കയറിയത് ഗ്രിൽ ലോഞ്ചിലാണ് കേട്ടോ. നമ്മൾ ഒപ്പമുള്ളവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വേണ്ട സപ്പോർട്ട് ചെയ്യാന്. അതുകൊണ്ട് മാത്രം, അല്ലാതെ ഫ്രീ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. മലപ്പുറം കുന്നുമൽ പാസ്പോർട്ട് ഓഫീസിനും മറ്റേ കോട്ടക്കുന്നുക്ക് പോണ റോഡിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഗ്രിൽ ലോഞ്ച് വരുന്നത്. ആൻഡ് ഓരോ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കൊടുന്നു വെച്ച ഫുഡൊക്കെ തിന്ന് തീർത്തിട്ടാണ് ഉളുപ്പില്ലാതെ അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ വഴിക്കൊക്കെ പോണുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുക, ഫുഡ് കഴിക്കുക, പൈസ കൊടുക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. ഒന്ന് സപ്പോർട്ട് ചെയ്തോണ്ടേ. ഈ യാത്ര കൊള്ളും. ബൈ.